പെരിയ കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ നടപടിയുമായി കെ.പി.സി.സി അംഗം ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 3 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തുന്ന നീക്കമാണ് എല്ലാത്തിനും പിന്നിലെന്ന് ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. അധികാരം കിട്ടിയാൽ അർദ്ധരാത്രി കൂടെ പിടിക്കുന്ന നിലയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പെരുമാറുന്നത്. ദുർമന്ത്രവാദത്തിന്റെ കേന്ദ്രമാക്കി DCC ഓഫീസിനെ മാറ്റിയെന്നും ബാലകൃഷ്ണൻ പെരിയ വിമർശിച്ചു. ഇന്ന് ഈ ജില്ലയിൽ നിന്നുള്ള 4 പേരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ സുധാകരൻ പുറത്താക്കി എന്ന വാർത്ത ഉണ്ണിത്താന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള നോയലാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. അരുൺ പാറയ്ക്കൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, ഈ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 3 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിനെ തൊട്ടു പിന്നാലെയാണല്ലോ ഈ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതികരണം വരുന്നത്. എന്താണ് അതിന്റെ വിവരങ്ങൾ? ഗോപീഷൻ, അത് തന്നെയാണ് ബാലകൃഷ്ണൻ പെരിയ ഈ കല്യോട്ട് ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ.പി.സി.സി കർശനമായ നടപടിയെടുത്തിരിക്കുന്നത്. ബാലകൃഷ്ണൻ പെരിയയെയും അതുപോലെ തന്നെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത മറ്റുള്ള ആളുകളെയും ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നടപടി തൊട്ടു പിന്നാലെയാണ് ബാലകൃഷ്ണൻ പെരിയ മാധ്യമങ്ങളെ കണ്ടത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നു. ഓരോ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും 1 ലക്ഷത്തിലധികം രൂപയുടെ അഴിമതി രാജ്മോഹൻ നടത്തി. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത ഉണ്ടാക്കി വർഗീയമായ ചേരിതിരിവ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ചിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കുറിമാച്ചതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദം BJPയും CPM ഒക്കെ ഉയർത്തുന്നതിനിടയിലാണ് അപ്പോൾ ബാലകൃഷ്ണൻ പെരിയയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ കുറിമാച്ചത് അദ്ദേഹത്തിന്റെ സ്കിൻ അലർജിയാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ബാലകൃഷ്ണൻ പെരിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിനുള്ളിൽ വലിയ വിഭാഗീയതയ്ക്ക് ശ്രമിക്കുന്നു. ഇത് ഒരു സമവായ നീക്കത്തിലൂടെ ഒതുക്കി തീർക്കേണ്ട വിഷയമായിരുന്നു. പക്ഷേ ഈ വിഷയം മാളിക്കത്തിക്കുകയും തനിക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടതും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. ഈ അന്വേഷണ കമ്മീഷൻ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് അദ്ദേഹം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്ത് KPCC പ്രസിഡന്റ് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും ശരി, വിവരങ്ങൾ അരുൺ പാറയ്ക്കൽ നൽകുകയായിരുന്നു. ഏതായാലും ബാലകൃഷ്ണൻ പെരിയ അടക്കം 3 പേർക്കെതിരെ നടപടി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയായി കാസർഗോഡിന് രാജ്മോഹൻ ഉണ്ണിത്താൻ മാറ്റുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.